ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മനസ്സിലായല്ലോ, ഞങ്ങള് ഇവിടെ കുരിശുമൂട്ട് പള്ളിയിൽ പെരുന്നാളിന് വന്നതാ. ഒടുവിലത്തെ വണ്ടി അങ്ങ് പോയി. പിന്നെ എന്തുവാ കഴിക്കാതെ ഈ പ്രായമായ 3 പെൺപിള്ളേരെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയാലേ വഴി വെച്ച് വല്ല ആമ്പുറന്മാരും കയറി വല്ലതും കാണിച്ചാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എഴുതി. അതുകൊണ്ടേ ഞങ്ങൾ ഇവിടെ അന്തി ഇറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് പൊക്കോളാം. അയ്യോ, അതിന് ഇവിടെ സൗകര്യമില്ലല്ലോ. ഉള്ള സൗകര്യത്തിലൊക്കെ കഴിഞ്ഞോളാം ചേർത്തി. അടുത്ത മുറി ചെന്നാല് അവിടെ കുറെ തലതെറിച്ച് ആമ്പിള്ളേരുണ്ടെന്ന് പറയുന്നത് കേട്ടു. അത് ശരിയാ, അവരൊക്കെ ആഭാസന്മാരാ. എന്നാൽ ഇന്ന് ഇവിടെ കഴിയട്ടെ, രാത്രി ഇവിടെ പോകും. ശരി ലീലേ, ഇവരും കൂടി ഇന്നിവിടെ കഴിഞ്ഞോട്ടെ. വരൂ സിസ്റ്റർ. കർത്താവേ, ഇപ്പോഴാ എന്റെ മനസ്സൊന്ന് വീണത്. അമ്മച്ചി, ഇവര് 3 പേരും അമ്മച്ചിയുടെ മക്കളാണോ? ആന്നടി മോളെ, ഇവളാണ് കടിഞ്ഞൂല് അന്നക്കുട്ടി, ഇവള് രണ്ടാമത്തോള് മേരിക്കുട്ടി, മറ്റേവളെന്ത് ഇവളാണ് അവസാനത്തത് ഏലിക്കുട്ടി. ഇവളുടെ ശരീരം ഇരിക്കുന്നുണ്ട് പിള്ളേരല്ല ഇവളെ എലിക്കുട്ടി എലിക്കുട്ടി എന്ന് വിളിക്കുന്നു. പഠിക്കുകയാണോ? BSc പഠിച്ചോണ്ടിരുന്നതാ, ഇപ്പൊ പഠിപ്പ് നിർത്തി. അമ്മച്ചിനെ കെട്ടിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ ആളെ അന്വേഷിക്കുക. ഓഹോ, പേരെന്നതാ? ലീല. നല്ല ചന്തമുള്ള മുഖം ഇല്ലേ അമ്മച്ചി? ഓ, എനിക്ക് സമ്മതമാണ്. അമ്മച്ചി, എനിക്ക് ഇതുപോലൊരു ഉടുപ്പ് വേണം. പേരെന്താണ്? സതി. എനിക്ക് ഈ പെൺകുച്ചിനെ നല്ലോണം പിടിച്ചു. എവിടെ മോളെ വീട്? എറണാകുളത്ത്. പിള്ളേരുടെ അപ്പച്ചനും എറണാകുളത്തായിരുന്നു ബിസിനസ്. അപ്പച്ചൻ എവിടെ? അത് മോശയുടെ കഥ പോലെ ഒരു സന്താപ കഥയാ മോളെ. ഞങ്ങൾക്ക് ഒത്തിരി റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു. പിള്ളേരുടെ അപ്പച്ചൻ ഒരു ദിവസം റബ്ബറിന്റെ താളെടുക്കാൻ അങ്ങ് മണ്ടയിലോട്ടം കയറി. അവിടുന്ന് പൊത്തോന്ന് താഴെ വീണ ചത്തു. എങ്ങനെയല്ലായിരിക്കും മോളെ, ഈ 3 പിള്ളേർക്കും കൂടെ ഒരപ്പനേ ഉള്ളൂ. എല്ലാം വിധിയാണ് അമ്മച്ചി. ആ, ഞങ്ങളുടെ വിധി എങ്ങനെ ആവുമെന്ന് അറിയാൻ വേണ്ടി ആ രാത്രി ഇറങ്ങി തിരിച്ചത്. ഏറെ തെക്കോട്ട് പോകാതെ ഇവിടെ വാദ്യമാർ നമ്മളെ കിടത്തി കുറിപ്പിക്കത്തില്ല. മഹാകുസൃതിയാണെന്ന് തോന്നല്ലോ. അയ്യോ, കുസൃതിത്തരം പറയാനുണ്ടോ കേട്ടോ മോളെ. 3 എണ്ണത്തിൽ കണ്ടതുപോലല്ല ഇവളായി നടക്കത്തോളം. അതാ മഹാകുസൃതി. ചുമ്മാ പറ്റി മോളെ. പിന്നെ വല്ല ഡാൻസോ പാട്ടോ ഒക്കെ പാടി ഞങ്ങളെ ഒന്ന് രസിച്ചാട്ടെ. അയ്യോ, എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല. സതി, ഇതിനൊക്കറിയാമല്ലോ. ഇവൾക്ക് നല്ലതുപോലെ അറിയാം. മോളെ, അമ്മച്ചിക്കും മക്കൾക്കും ഒക്കെ എപ്പോഴും ഇവിടെ വരാനൊക്കെ ഒന്ന് കാണിച്ചാട്ടെ. ഒന്ന് കാണിച്ചാട്ടെ. അപ്പൊ പറഞ്ഞതുപോലെ കാലത്ത് 6 മണിക്ക് നമുക്ക് ആ സ്ഥലത്തേക്ക് പുറപ്പെടണം. എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ആ വന്ന തള്ളയ്ക്കും മക്കൾക്കും ആഹാരം വല്ലതും അതൊക്കെ പൗലോസ് നോക്കിക്കൊള്ളും.